ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളൊക്കെ തുറന്നു. അമ്മമാർക്കൊക്കെ രാവിലെ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിടുന്ന തിരക്കൊക്കെ തുടങ്ങിക്കാണും. എത്ര തിരക്കുണ്ടെങ്കിലും ഒരിത്തിരി നേരം PSC പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഒരു അഡ്വൈസ് നിങ്ങളുടെയൊക്കെ കയ്യിലെത്തും വരെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് അതിനെന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സിലബസിൽ ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം, ലോക ചരിത്രം ഒക്കെ പഠിക്കാനുണ്ട്. സ്വാതന്ത്ര്യ സമരവും മറ്റു കാര്യങ്ങളൊക്കെ ഈ ചരിത്രം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ഭാഗത്തുനിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സുകളൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഈ കലാപം നടക്കാൻ കാരണം എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് സമരകാരനായിട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. പക്ഷെ ആദ്യ സംഘടിത കലാപം ഏതായിരുന്നു? അത് ആറ്റിങ്ങൽ കലാപമായിരുന്നു 1721. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടിയിൽ. 2021 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണിത്. മലബാറിലെ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. 1793 മുതൽ 97 വരെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം. 1800 മുതൽ 1805 വരെയായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളായിരുന്നു ഈ പഴശ്ശി വിപ്ലവങ്ങൾക്കൊക്കെ കാരണമായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? വെങ്ങാനൂരായിരുന്നു. 1907 അയ്യങ്കാളിയും ഒക്കെ ഇടപെട്ടിട്ട് പുലയ വിഭാഗത്തിലുള്ള കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവ് തിരുവിതാംകൂർ ഗവൺമെൻറ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഈ സ്കൂൾ മാനേജ്മെൻറ്റുകാർ ഇതൊന്നും നടപ്പിലാക്കിയില്ല. അപ്പോൾ സ്കൂളിൽ കുട്ടികളെ ചേർത്തില്ലെങ്കിൽ ജന്മിമാരുടെ പാടത്ത് പണിയെടുക്കില്ല എന്ന് അയ്യങ്കാളിയും കൂടെയുള്ളവരൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നടക്കുന്നത്. അയ്യങ്കാളിയായിരുന്നു നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവം. പുരളിമല വിപ്ലവത്തിൻ്റെ കേന്ദ്രമാക്കിയത് കൊണ്ട് തന്നെ പഴശ്ശി രാജാവിന് പുരളിശമ്മൻ എന്നുകൂടി പറഞ്ഞിരുന്നു. അതുപോലെ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം തന്നെയാണ്. കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? അതും പഴശ്ശി രാജാവ് തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹ എന്ന പേരിലൊരു ചരിത്ര നോവൽ തന്നെ പഴശ്ശി രാജാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സർദാർ KM പണിക്കർ എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചതാര്? ആഗമാനന്ദ സ്വാമി. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരള വിവേകാനന്ദൻ എന്നറിയപ്പെട്ടിരുന്നത് ആഗമാനന്ദ സ്വാമികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു. 1936 കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം അദ്ദേഹം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ AK ഗോപാലനാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് AKG തന്നെയായിരുന്നു. AKG ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് 1958 തൃശ്ശൂരിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളെ വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണുപുരാണം എന്നിവയ്ക്കായിരുന്നു. അമൃതവാണിയും പ്രബുദ്ധ കേരളം ഇതൊക്കെ തന്നെയാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെട്ടിരുന്നത് രാജാറാം മോഹൻ റോയ്.
അതേപോലെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ, ബ്രഹ്മസമാജ സ്ഥാപകൻ, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ഇതും ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളാണ് ഇതിലുള്ളത്. അതുപോലെ വിശ്വചരിത്രാവലോകനം, സോവിയറ്റ് റഷ്യ, ഇതൊക്കെ നെഹ്റുവിൻ്റെ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താ? ടുവാർഡ് ഫ്രീഡം. ഒരു ആത്മകഥ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ് രചിച്ചത്. ഇതൊരു ബംഗാളി നാടകമാണ്. ബംഗാളിലെ നീലം കർഷകരുടെ ജീവിതമായിരുന്നു ഇതിൻ്റെ പ്രമേയമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് എടുത്ത 10 ചോദ്യങ്ങളും അതിൻ്റെ ഒരു കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഈ ചോദ്യങ്ങളൊക്കെ ഓർമ്മയിൽ വയ്ക്കുക, ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.